ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാവരും നേഴ്സിങ്ങിന് ബാംഗ്ലൂരിലല്ലേ വരുന്നത്, അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. സോ ബാംഗ്ലൂർ എല്ലാവരും ഒന്നും അറിയാണ്ടാണ് ബാംഗ്ലൂരേക്ക് വരിക. ഇപ്പം നേഴ്സിംഗ് പഠിക്കാനായാലും എന്ത് പഠിക്കാനായാലും ബാംഗ്ലൂർ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കയറി വന്ന ലാസ്റ്റ് എന്താ പറയുക, ഒന്നുമില്ലാത്തൊരവസ്ഥയാവും. സോ അതിനെക്കുറിച്ചിട്ട് കുറച്ച് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഞങ്ങളും ഒന്നും അറിയാതെ വന്ന ഒരാൾക്കാരാണ്. സോ ഇവിടെ എത്തിയ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം മനസ്സിലായി. അതെന്താണ്, ഒരു നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിക്കാണെങ്കിൽ ഞങ്ങളെ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, ആദ്യം തന്നെ ഒരു നേഴ്സിംഗ് പഠിക്കാനായിട്ട് വരുവാണെങ്കിൽ കോളേജിനെ കുറിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കണം. കോളേജിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് ഏജൻസി ഉണ്ട്. ഏജൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഏജൻസി ഉള്ളതുകൊണ്ട് തന്നെ പൈസ ഒട്ടിക്കാനുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഒരു ഏജൻസി പറ്റിച്ചിട്ട് പോയി. ലാസ്റ്റ് ഞങ്ങൾ വേറൊരാൾ വഴി വന്നതൊക്കെയാണ്. പിന്നെ ഫീസ് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫുഡ് അതൊക്കെ ഞങ്ങളുടെ കേരള ഫുഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫീസിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കഴിവതും ഫീസൊക്കെ അടച്ച് തീർക്കാൻ ശ്രമിക്കണം. ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ അറ്റൻഡൻസ് ഒക്കെ കുറയും. അത് നോർമലാണ്. കാരണം പ്രൈവറ്റിൽ നമ്മൾ വന്ന് അഡ്മിഷൻ എടുക്കില്ല. സോ ഫീസിൻ്റെ കാര്യമൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. കാരണം ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതിൻ്റേതായ കുറേ മടിയുണ്ട്. അതെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയാനൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. പിന്നെ ബാംഗ്ലൂർ അത്ര വലിയ സംഭവം ഒന്നല്ല. എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ നമ്മളങ്ങനെ വന്നത്. പക്ഷെ അതൊന്നും അല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിത്തമായി, ഹോസ്പിറ്റലായി, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. BSc നഴ്സിംഗ് എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ് എടുക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. പക്ഷെ നല്ല രീതിക്ക് പഠിച്ചും പോവാം. നല്ല കൂളായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് സെം ആയപ്പോൾ തന്നെ പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പം ഞങ്ങളുടെ കോളേജ് അത്യാവശ്യം നല്ലൊരു കോളേജ് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയത്. പിന്നെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, പഠിപ്പിക്കും. ചില കോളേജിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് കൂടുതലായിരിക്കും, പക്ഷേ പഠിപ്പീര് മോശമായിരിക്കും. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പം പഠിപ്പീരൊക്കെ അടിപൊളിയാണ്. ഫുഡിൻ്റെ കാര്യം ഒക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷനാണ് കൂടുതൽ. എന്ന് വെച്ചാൽ ഫോൺ ടൈമിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് 5 മണിക്ക് ഫോൺ തന്നാൽ 8 മണിക്ക് കൊടുക്കണം. പിന്നെ ആകെയുള്ള പക്ഷേ ഫോണിൻ്റെ കാര്യമൊക്കെ അതൊക്കെ നല്ലതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണോ എന്നിട്ട് ആദ്യം നോക്കുക. കാരണം ഫോണില്ലാതെ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ വരാത്തത് നല്ലത്. കാരണം യാതൊരു രക്ഷയില്ല. ബാംഗ്ലൂർ എല്ലാ കോളേജും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഒരുവിധം എല്ലാ കോളേജും നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഇപ്പം എത്രയേ ഉള്ളൂ. പോരായ്മയൊക്കെ കാണും, ക്ഷമിക്കണം. അപ്പം എല്ലാവർക്കും ബൈ.